ഓക്കെ, ഇനി നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ EHV. നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ കോമൺ ആയിട്ട് EHV എന്ന് പറയാറുണ്ട്. ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളാണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ EHVൻ്റെ സിലബസാണ് നമുക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇനി അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ വരുന്ന 3rd മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് നമുക്കിവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന പല ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ മൊഡ്യൂളിൽ കോമൺ ആയിട്ട് വരുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ടിനും കൂടിയുള്ള ഒരു ഹൈബ്രിഡ് ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഹൈബ്രിഡ് ക്ലാസ് ഫോർ 4th സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് 6th സെമസ്റ്റർ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ മൊഡ്യൂളിനും പിന്നെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളിലെ 3ാമത്തെ മൊഡ്യൂളിനും കോമൺ ആയിട്ടുള്ള ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സ്ക്രീനിൽ കാണാൻ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു 2-3 വർഷമായിട്ട് നമുക്ക് നമ്മുടെ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ടാറ്റയുടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയുന്ന വണ്ടി തന്നെയായിരിക്കും. പക്ഷേ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ആ ഒരു ബാറ്ററീൻ്റെ പാക്ക് ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ കാണുന്ന ഭാഗം നമ്മുടെ ബാറ്ററിയാണ്. ഓക്കെ, നമ്മുടെ EVയിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ നമ്മുടെ ആ ഒരു നമ്മുടെ റിയർ സീറ്റിൻ്റെ താഴെയായിട്ട് നമ്മുടെ റിയർ സീറ്റിന് താഴെയായിട്ട് വരുന്ന ആ ഒരു പോർഷനിലാണ് നമുക്ക് ബാറ്ററീൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവിടെ നിന്നുള്ള കണക്ഷൻസ് നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ ഒരു IC എഞ്ചിൻ കാറൊക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ബോണറ്റ് നമുക്ക് ഉയർത്തി കഴിഞ്ഞാൽ കാണുന്ന ഭാഗം അവിടെ എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെ ചെറിയ ഹാച്ച് ബാക്ക് കാറിലൊക്കെ പൊതുവേ എന്താണ് നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് കൊടുക്കാറുള്ളത് അല്ലേ. ഫ്രണ്ട് വീൽ ഡ്രൈവും ഉണ്ട്, റിയർ വീൽ ഡ്രൈവും ഉണ്ട്. എന്നാലും നമുക്ക് കോമൺ ആയിട്ട് IC എഞ്ചിൻ ഇതുപോലത്തെ ഹാച്ച് ബാക്ക് സൈസിലുള്ള കാറിലൊക്കെ എന്താണ് നമ്മൾ ഫ്രണ്ട് വീലിലാണ് നമ്മൾ ഡ്രൈവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് മോട്ടോറിൽ നിന്ന് കൊടുക്കുന്ന ഡ്രൈവ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് വീൽസിലായിരിക്കും ഉണ്ടായിരിക്കും. നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ആ ഒരു സിസ്റ്റമൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോണറ്റിനകത്ത് ഉണ്ടായിരിക്കുക. എന്നാലും നമുക്ക് ആ ഇലക്ട്രിക് മോട്ടോറിന് എനർജി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ആ ഇലക്ട്രിക് വെഹിക്കിളിന് പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നമ്മുടെ ബാറ്ററിയുടെ പാക്ക് അല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററിൻ്റെ ആ ഒരു അല്ലെങ്കിൽ നമുക്ക് കോമണായിട്ട് ബാറ്ററിയുടെ ഭാഗം വരെ നമ്മുടെ റിയർ പോർഷനിലാണ് വരുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഫോട്ടോ അവിടെ കാണിച്ചുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി സെയിം നമ്മൾ ആ ഒരു വണ്ടിയുടെ തന്നെ സെയിം നമ്മുടെ ബോണറ്റ് ഉയർത്തി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. സാധാരണ നിങ്ങൾക്ക് ഒരു എന്താണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലായത് ഒരു IC എഞ്ചിൻ കാറാണോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറാണോ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാം. കാരണം ഏകദേശം അത്രത്തോളം ഇതിനകത്ത് ഒരുപാട് പാർട്സുകൾ വരുന്നുണ്ട് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് അധികം പാർട്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അല്ലേ. നമ്മൾ കോമൺ ആയിട്ട് ആലോചിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒരു ബാറ്ററി, ആ ബാറ്ററി ജസ്റ്റ് ഒരു മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുക, മോട്ടർ റൊട്ടേറ്റ് ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു IC എഞ്ചിൻ കാറിൻ്റെ പോലെ തന്നെ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന പവറിനെ അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മൊത്തം സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ബോണ്ട് ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു EV കാറിനകത്ത് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ സാധാരണ നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മൾ സാധാരണ IC എഞ്ചിൻ കാറിലൊക്കെ നമുക്ക് ഏകദേശം ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു പോർഷൻ സാധാരണ നമ്മൾ ഓക്സിലറി ബാറ്ററി നമുക്ക് കാണുന്നുണ്ടായിരിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതെന്താണ് ഇതൊരു IC എഞ്ചിൻ കാറാണോ അല്ലെങ്കിൽ ഒരു പെട്രോൾ കാറാണോ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു IC എഞ്ചിൻ കാറിൽ ഒരു പെട്രോൾ കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ CNG കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡീസൽ കാർ ആയിക്കോട്ടെ അതൊക്കെ നമ്മളൊരു സാധാരണ ഓക്സിലറി ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് നമ്മുടെ വണ്ടിയുടെ ലാമ്പ് പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് സ്പാർക്ക് കൊടുക്കാനും വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ഫസ്റ്റ് നമുക്ക് ഒരു ഇനീഷ്യൽ സ്പാർക്ക് കൊടുക്കാനൊക്കെ നമുക്കൊരു ബാറ്ററിയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഫസ്റ്റ് നമ്മുടെ IC എഞ്ചിൻ്റെ കാറൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഫസ്റ്റ് ടോർക്ക് കൊടുക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, നമുക്ക് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് ആവശ്യമുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓക്സിലറി ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലും എന്ത് വേണം, നമുക്ക് ഇതേപോലെ ഒരു ഓക്സിലറി ബാറ്ററിയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന പോലെ ഹെഡ് ലാമ്പ്സ്, അതുപോലെ വൈപ്പേഴ്സ്, അതുപോലെ നമ്മൾ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന ഹോൺ, അങ്ങനെ പല പല ചെറിയ കുഞ്ഞു കാര്യങ്ങളുണ്ട്, ഓക്സിലറി ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ പ്രവർത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബാറ്ററിയിൽ നിന്നായിരിക്കും നമ്മൾ
ഒരു എനർജി സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മളതിന് കോമൺ ആയിട്ട് നമ്മൾ ഓക്സിലറി ബാറ്ററി എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇ വി കാറിൻ്റെ കേസിൽ പ്രൈമറി ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിലറി ബാറ്ററി ഉണ്ട്. അതിൽ പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നതായിരിക്കും നമ്മൾ തൊട്ട് മുന്നത്തെ ഫിഗറിൽ കണ്ട പോലെ നമുക്ക് വണ്ടിയെ ആ ഒരു ത്രസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ വണ്ടിയെ റൺ ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്ന ബാറ്ററിയാണ് നമ്മുടെ പ്രൈമറി ബാറ്ററി. എന്നാൽ നമ്മുടെ ഈ ബോണറ്റിനകത്തുണ്ടാകുന്ന ബാറ്ററി നമ്മുടെ ഓക്സിലറി ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ടേംസ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഒന്ന് ഓക്സിലറി ബാറ്ററിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ പ്രൈമറി ബാറ്ററിയെ കുറിച്ച് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മളിനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായിരിക്കും നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ ഇലക്ട്രിക് വെഹിക്കിൾസും അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫിഗേഴ്സാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ടൊയോട്ട ഹൈറൈഡറാണ്. ഇതൊരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. അതുപോലെ ഇത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിളാണ്, നെക്സോൺ ഇ വി ആണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇത് നമ്മുടെ ഒലയുടെ സ്കൂട്ടറാണ് ഇ വി. ഇത് നമ്മുടെ ഏതറാണ്. ഇത് നമ്മുടെ ബജാജിൻ്റെ ചേതക്കാണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ മൂന്നും പ്യുവറായിട്ട് ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതും ഇലക്ട്രിക് വെഹിക്കിളാണ്. പക്ഷേ ഈ കാണുന്ന ടൊയോട്ടയുടെ ഹൈറൈഡർ ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ വരുന്ന ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കോമൺ ആയിട്ടൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക നമ്മുടെ 4th സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൽ നമ്മുടെ ആ ഒരു 4ാമത്തെ മൊഡ്യൂളിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള, അതായത് 2021 സ്കീമിൽ 2023-ലും 2024-ലും, അതായത് ഏപ്രിൽ 2023-ലും ഏപ്രിൽ 2024-ലും നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാറ്റേൺ വെച്ച് നമുക്കറിയാം. ആദ്യം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്, പാർട്ട് സി ഉണ്ട്. അപ്പോൾ പാർട്ട് എയിൽ വരുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ പാർട്ട് സി ആണ് വലിയ ക്വസ്റ്റ്യൻസാണ്, വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിലെല്ലാം കാണുന്ന പോലെ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ 2023-ലും 2024-ലെയും 2 ക്വസ്റ്റ്യൻ പേപ്പറിലും തേർഡ് മൊഡ്യൂളിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 4th മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മിക്കവാറും ക്വസ്റ്റ്യൻസൊന്നും ആൻസർ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു അറ്റൻഡ് ചെയ്യാനുള്ള, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ വായിച്ച് നോക്കാം. ഇത് ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഇൻടു ഡാഷ് എനർജി. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് ഇലക്ട്രിക് മോട്ടോർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് എനർജിയെ മറ്റൊരു എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ ആ എനർജി ഏതാണെന്ന് ചോദ്യം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അതായത് ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക് എനർജിയെ നമുക്കറിയാം അതൊരു മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ എന്തായാലും ഈ ക്ലാസ് കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഈ കാണുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ധൈര്യത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. BS4 സ്റ്റാൻഡ്സ് ഫോർ. BS4 ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള ടേം ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ BS4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, BS ഉദ്ദേശിക്കുന്നത് ശരിക്കും ഭാരത് സ്റ്റേജ് ആണ്. ഭാരത് സ്റ്റേജ് 4 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ പഠിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വെഹിക്കിൾ ദാറ്റ് യൂസസ് ബോത്ത് ഇലക്ട്രിക് മോട്ടോർ ആൻഡ് IC എഞ്ചിൻ ഈസ് നോൺ ആസ്. ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ബേസിക് ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് മോട്ടോറും IC എഞ്ചിനും എന്ത് ചെയ്യുന്നു? എനർജി സോഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു വണ്ടിയെ ത്രസ്റ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെഹിക്കിളിൻ്റെ പേരെന്താണ്? അല്ലേ, നമുക്കറിയാം അത് എന്ത് വെഹിക്കിളാണ്? അത് ഹൈബ്രിഡ് വെഹിക്കിളാണല്ലേ. അതായത് രണ്ടിൻ്റെയും ഒരു സങ്കര ഇനാണല്ലേ. ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്നു, അവിടെ അതായത് ബാറ്ററിയും ഇലക്ട്രിക് മോട്ടറും ഉണ്ടായിരിക്കും. IC എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ച് റൺ ചെയ്യിക്കുന്ന IC എഞ്ചിൻ ഉണ്ടായിരിക്കും. രണ്ടിൻ്റെയും ഒരു സങ്കര ഇനെന്ന് പറയാൻ പറ്റും. നമ്മൾ ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയാൻ പറ്റും കോമൺ ആയിട്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ.
PHEV സ്റ്റാൻഡ്സ് ഫോർ. ഇപ്പോൾ PHEV എന്ന് പറയുമ്പോൾ നേരത്തെ ശരിക്കും നമ്മുടെ സിലബസ് നോക്കിയപ്പോഴേ അവിടെ ഒരു PHEV അവിടെ ശരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അവിടെ ശരിക്കും PHEV കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ ഇവിടെ PHEV അല്ലേ. PHEV എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സിലബസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തവണ വായിച്ചൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. PHEV എന്ന് പറഞ്ഞാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിളാണ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും ചിലപ്പം അതിന് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോവാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചത് നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ആൻസർ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തുള്ളത്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കാൻ വീണ്ടും സമയം കളയുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഗ്രീൻ കളർ കാണുന്ന നമ്മുടെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു പാറ്റേണൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനി അതുപോലെ നമ്മുടെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇത് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെയും ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെയും ഒരു ഹൈബ്രിഡ് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ആ ടേം ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, എന്താണ് ഹൈബ്രിഡ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, രണ്ടിൻ്റെയും ഒരു സങ്കരയെന്ന് പറയാൻ പറ്റും. കാരണം 4th സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെയും 4th മൊഡ്യൂളിലെ ക്ലാസ്സും അതുപോലെ തന്നെ 6th സെമസ്റ്ററിലെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 3rd മൊഡ്യൂളിൻ്റെയും കൂടി ഒരു ഹൈബ്രിഡ് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഒരു സങ്കരയിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയും ഈ 2 ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 7 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ വഴിയാ എല്ലാ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നൊന്ന് നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, PHEV സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലേ, അതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അഥവാ ആർക്കെങ്കിലും 4th സെമസ്റ്ററിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇരട്ട ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 6th സെമസ്റ്ററിലെ പേപ്പറും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ 4th സെമസ്റ്ററിലെ ആ പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂൾ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഒരു 18 to 21 ഈ ഒരു മാർക്കിലാണ് ഒരു മൊഡ്യൂളിൽ സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. നമുക്കൊരു 18ൻ്റെയും 21 18 19 അല്ലെങ്കിൽ 20 മാർക്കിനൊക്കെയാണ് സാധാരണ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഇതിൽ മിനിമം ഒരു 18 മാർക്കും മാക്സിമം ഒരു 21 മാർക്കിലേക്കാണ് നമ്മുടെ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു മൊഡ്യൂൾ കൃത്യമായിട്ട് ഫുള്ളായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, മിനിമം ഒരു 18 മാർക്കിലും അല്ലെങ്കിൽ 18 ഒരു 15 മാർക്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അർത്ഥം 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി ഒരു 15 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 + 15 നമുക്ക് 30 മാർക്ക് കിട്ടിയാൽ നമുക്ക് എന്തായാലും ഷുവറായിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, നല്ല സ്കോറൊക്കെ നമ്മൾ തരുന്നത് ഒന്നും കൂടി സ്ട്രെസ് കൊടുത്ത് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങി സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന പോലെ രണ്ടിൻ്റെയും ഒരു ഹൈബ്രിഡാണ് ഉദ്ദേശിക്കുന്നത്, ഹൈബ്രിഡ് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ മൊഡ്യൂളാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളിലെ 3rd മൊഡ്യൂളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അല്ലേ, നമുക്ക് ആദ്യം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്കറിയാം ആ സിലബസ് നമ്മൾ കണ്ടിട്ടായിരുന്നു. ഫസ്റ്റ് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് വെഹിക്കിൾ നമുക്കറിയാം അവിടെ IC എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. പകരം എന്താണ് യൂസ് ചെയ്യുന്നത്, IC എഞ്ചിന് പകരം നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോറാണ്. ഒരു ഇലക്ട്രിക് മോട്ടോറാണ് എന്ത് ചെയ്യുക നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളവിടെ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് മോട്ടോറിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് മോട്ടോർ നമുക്ക് അറിയാം ഒരു കാറിനെ സംബന്ധിച്ചല്ലേ, നമുക്ക് ഒരു കാറാണെങ്കിൽ ആ കാർ എന്തെങ്കിലും കാറ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ കാറിൽ നമുക്ക് റൺ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ കാറിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. എന്ത് വേണം, കാറിന് ടയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയുന്നതാണ് ഈ ചക്രങ്ങൾ തിരിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കാറ് മുന്നോട്ടും ബാക്കോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്, ഈ ചക്രങ്ങളെ തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, ഡീസൽ എഞ്ചിൻസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ എഞ്ചിൻസ് യൂസ് ചെയ്യാറുണ്ട്, CNG യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, LPG നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻജിൻസാണ്.
അല്ലേ. എഞ്ചിൻസാണ് നമ്മൾ IC എഞ്ചിൻസാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ IC എഞ്ചിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IC എഞ്ചിന് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഷാഫ്റ്റ് എന്ത് ചെയ്യും, എഞ്ചിൻ റൺ ചെയ്യുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഷാഫ്റ്റിന് കിട്ടുന്ന റൊട്ടേഷണൽ മോഷൻ നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയാണ്, നമ്മുടെ വണ്ടിയുടെ വീൽസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയെ മുന്നോട്ടും ബാക്കോട്ടൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ IC എഞ്ചിൻ ചെയ്യുന്ന സെയിം ഫംഗ്ഷനാണ് നമുക്ക് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ സ്ഥാനത്ത് ആര് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു IC എഞ്ചിൻ വെഹിക്കിളിൽ നമ്മുടെ എൻജിൻ ചെയ്യുന്ന അതേ ജോലിയാണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ അഥവാ EVയിൽ ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുക, ടയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ വീൽസിന് ഡ്രൈവ് കൊടുക്കുക, അല്ലെങ്കിൽ വീലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞു EVയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. നമ്മുടെ EV എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഷോർട്ട് ഫോമാണ് EV അല്ലേ, നിങ്ങൾ കോമൺ ആയിട്ട് പറയുന്ന ടേം തന്നെ അറിയും. അപ്പോൾ ആ ഇലക്ട്രിക് വെഹിക്കിളിൽ നമുക്ക് പ്രധാന ത്രസ്റ്റ് അല്ലേ, നമുക്ക് ആ വണ്ടിയെ റൺ ചെയ്യിക്കാനായിട്ട് കൊടുക്കുന്ന ഡ്രൈവ് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്കറിയാം, ഒരു IC എഞ്ചിൻ്റെ കേസിലാവുമ്പോൾ എന്താണ്, IC എഞ്ചിനെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് ഒരു മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഇൻപുട്ട് എനർജി കൊടുക്കണം. ഒരു എനർജി അങ്ങോട്ട് കൊടുത്താൽ എന്തേ ഉള്ളൂ, ആ എനർജി ഉപയോഗിച്ചിട്ട് ആ ഒരു എഞ്ചിൻ പ്രവർത്തിച്ച് നമുക്ക് വേറെ എനർജി തിരിച്ച് തരുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു IC എഞ്ചിൻ്റെ കേസിൽ നമുക്കറിയാം, പെട്രോൾ എന്ത് ചെയ്യും, അതിനകത്ത് കമ്പഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിൻ റൺ ചെയ്യുകയും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഒരു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കുന്ന നമ്മളൊരു ഹീറ്റ് എനർജിയാണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ എനർജിയാണ് അല്ലേ. അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുത്ത് എന്ത് ചെയ്യാണ്, ആ ഒരു ഹീറ്റ് എനർജി ആദ്യം ഒരു പെട്രോളിൻ്റെ കേസിലാകുമ്പോൾ പെട്രോളിനകത്ത് ആ ഒരു പെട്രോൾ ചൂടാക്കി അല്ലെങ്കിൽ കത്തിക്കുമ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് IC എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്കൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ എനർജി ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നു. അത് നമ്മുടെ ഒരു IC എഞ്ചിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ EVയെക്കുറിച്ചും ജസ്റ്റ് IC എഞ്ചിൻ കാറിനെക്കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം, നമ്മൾ അവിടെ ഡ്രൈവ് ആ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇലക്ട്രിക് മോട്ടോറിനാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെക്കാനിക്കൽ എനർജി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ നമുക്കറിയാം, നമ്മൾ IC എഞ്ചിൻ്റെ കേസിൽ നമുക്ക് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ഫ്യൂവൽ കൊടുത്തു, അല്ലെങ്കിൽ പെട്രോൾ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡീസൽ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ CNG കൊടുക്കുന്നുണ്ടായിരിക്കും, ഗ്യാസ് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ എന്തായിരിക്കും വരിക, ഇലക്ട്രിക് മോട്ടർ നമ്മൾ റൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ നമ്മൾ ഇൻപുട്ട് എനർജി ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇലക്ട്രിക് കറണ്ടായിരിക്കും. ഓക്കെ, ഇലക്ട്രിക് കറണ്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് എനർജി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ആ റൊട്ടേഷണൽ മോഷൻ നമ്മുടെ വണ്ടിയുടെ വീൽസിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമ്മളവിടെ വണ്ടിയെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു, ആ ഇലക്ട്രിക് കറണ്ട് കൊടുക്കണം. ആ ഇലക്ട്രിക് കറണ്ട് കൊടുക്കാൻ എന്ത് വേണം, നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും വണ്ടിയിൽ. അപ്പം ആ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് നമ്മുടെ ബാറ്ററി. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, ബാറ്ററി പാക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോറും. ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ വണ്ടിയെ ഡ്രൈവ് ചെയ്യിക്കുന്ന ആൾ. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ കൊടുക്കുന്ന എനർജി കൊടുക്കുന്നത് നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക് വെഹിക്കിൾസ് അഥവാ EV. ഓക്കെ, EVയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ദാറ്റ് ഈസ് പവേർഡ് ബൈ എ ബാറ്ററി പാക്ക്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇലക്ട്രിക് മോട്ടോറിനെ റൺ നയിക്കുന്നു. പിന്നെ അതിൻ്റെ ജസ്റ്റ് അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 0 എമിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം ലേ ഔട്ട് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. കോമൺ ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു അതിന് ഇൻറ്റേർണലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, നമ്മുടെ ബാറ്ററിയുടെ സ്ഥാനം അല്ലെങ്കിൽ മോട്ടോർ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഭാഗമാണ് ജസ്റ്റ് നമുക്ക് അവിടെ ലേ ഔട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് 7 മാർക്കിന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രതീക്ഷിക്കാവുന്ന ഡയഗ്രാമാണ്. ഡയഗ്രാം വിത്ത് എന്തെങ്കിലും നമ്മളതിനെക്കുറിച്ചുള്ള വർക്കിംഗ് നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എളുപ്പമുള്ള ഡയഗ്രാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയായിരിക്കും. ബാറ്ററിയുടെ സ്ഥാനം, മോട്ടർ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ സ്ഥാനം, പിന്നെ ട്രാൻസ്മിഷൻ്റെ ഭാഗം. നമ്മൾ നേരത്തെ നമ്മുടെ ടാറ്റയുടെ ടിയാഗോ EVയുടെ ഒരു ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ ഇതിനകത്തുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കുക.
ബാറ്ററി ഉണ്ട്, ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, പിന്നെ അതിന് ഡ്രൈവ് കൊടുക്കാനുള്ള ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം അവിടെ ഉണ്ടായിരിക്കും. അതാണ് ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് സ്കീമാറ്റിക്കായിട്ട് ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോക്കാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ ജസ്റ്റ് 2 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ ഡിഫൈൻഡ് ആസ് വെഹിക്കിൾസ് വിച്ച് യൂസ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഫോർ പ്രൊപ്പൾഷൻ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്കറിയാം, ആ ഒരു പ്രൊപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്ന നമ്മൾ ഇലക്ട്രിക് മോട്ടറാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് പറയുന്നതാണ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്യുന്ന വെഹിക്കിൾസിനെ നമ്മൾ കോമൺ ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയാം. ഇലക്ട്രിക് മോട്ടോഴ്സ് റിസീവിംഗ് പവർ ഫ്രം ആൻ ഓൺബോർഡ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി സച്ച് ആസ് ബാറ്ററീസ്, ഫ്യൂവൽ സെൽസ്, അൾട്രാ കപ്പാസിറ്റർ, അതുപോലെ ഫ്ലൈ വീൽ എക്സെട്ര. നമുക്കറിയാം, ഇലക്ട്രിക് മോട്ടോറിലേക്ക് നമ്മൾ പവർ കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് കൊടുത്ത് നമ്മൾ ഇലക്ട്രിക് മോട്ടറിനെ പ്രവർത്തിപ്പിക്കും. അല്ലെങ്കിൽ ബാറ്ററിയുടെ പോലത്തെ മറ്റൊരു ടേമാണ്, മറ്റൊരു കാര്യമാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അതുപോലെ അൾട്രാ കപ്പാസിറ്ററൊക്കെ നമുക്ക് ബാറ്ററിന് ഭാവിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഫ്യൂവൽ സെല്ലും അൾട്രാ കപ്പാസിറ്റേഴ്സൊക്കെ. അല്ലെങ്കിൽ ഫ്ലൈ വീലൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോട്ടോറിന് ആ ഒരു പവർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഓൾറെഡി ഈ 2 പോയിൻറ്റ്സ് നമുക്ക് കോമൺ ആയിട്ട് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കോമൺ ആയിട്ടുള്ള ഈ ഒരു ഡയഗ്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ തന്നെ പഠിക്കുക, ക്ലാസ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാനും വരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ബാറ്ററി കാണിച്ചിട്ടുണ്ട്, ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് പവർ കൊടുക്കും. എന്ത് ചെയ്യും, മോട്ടർ ട്രാൻസ്മിഷൻ അഥവാ നമ്മുടെ ഒരു ചെറിയൊരു ഗിയർ ബോക്സ് ഉണ്ടായിരിക്കും നമ്മുടെ EV-യിലൊക്കെ. സാധാരണ നമ്മൾ AC എഞ്ചിൻ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ഗിയർ ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടോർക്കിനൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ബാറ്ററിയുടെ സ്ഥാനം, മോട്ടറിൻ്റെ സ്ഥാനം, ട്രാൻസ്മിഷൻ സ്ഥാനം. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഈ ഒരു ഫിഗർ തന്നെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ടിയാഗോ EV-യുടെ ഈ ഒരു സ്ട്രക്ചർ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും അതിൻ്റെ സ്ഥാനം. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി നോക്കാം. പോയിൻറ്റ്സ് പറയുന്നത്, ഫസ്റ്റ് പോയിൻറ്റ്, വെൻ ദ കാർ പെഡൽ ഈസ് പ്രസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറിൻ്റെ പെഡൽ ഉദ്ദേശിക്കുന്നത് കാറിൻ്റെ ആക്സിലേറ്ററാണ് കേട്ടോ. അതായത് EV കാറിൻ്റെ ആക്സിലേറ്റർ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ദെൻ കൺട്രോളർ ടേക്സ് ആൻഡ് റെഗുലേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ബാറ്ററീസ് ആൻഡ് ഇൻവെർട്ടേഴ്സ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ സാധാരണയായിട്ട് എന്നിട്ടും ആക്സിലേറ്റർ നമ്മൾ IC എഞ്ചിൻ കാറിനെ പോലെ തന്നെ ആക്സിലേറ്ററും ഉണ്ടാവും, ബ്രേക്കും ഉണ്ടായിരിക്കും. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ക്ലച്ചിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ എന്താണ് ഗിയർ ബോക്സ്, നമുക്ക് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മോട്ടോറിലേക്ക് എത്രത്തോളം കറണ്ട് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, മോട്ടറിൻ്റെ സ്പീഡ് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മോട്ടറിൻ്റെ ടോർക്ക് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം നമുക്ക് ആക്സിലേറ്റർ ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രിക് മോട്ടറിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡിനും ടോർക്കിനും നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, വെൻ ദ കാർ പെഡൽ ഈസ് പ്രസ്ഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനകത്ത് കൺട്രോളേഴ്സ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, അത് ഇലക്ട്രിക്കൽ എനർജിയെ റെഗുലേറ്റ് ചെയ്യും, നിയന്ത്രിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ എനർജിയെ റെഗുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് മോട്ടോറിലേക്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്യുന്നു അതനുസരിച്ച് അത് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതനുസരിച്ചായിരിക്കും വണ്ടിയുടെ അല്ലെങ്കിൽ ടയറിൻ്റെ വീലിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്ക് കോമൺ ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ് തന്നെയാണ് അല്ലേ. എന്താ കാർ പെഡൽ ഈസ് പ്രസ്ഡ്, ദെൻ കൺട്രോളർ ടേക്സ് ആൻഡ്, അതായത് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ അത് കൺട്രോൾ എടുക്കും, ആ പെഡലിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോളർ മനസ്സിലാക്കും. ആൻഡ് റെഗുലേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ബാറ്ററീസ് ആൻഡ് ഇൻവെർട്ടേഴ്സ്. എന്ത് ചെയ്യും, എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും, അത് നിയന്ത്രിക്കും. ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടേഴ്സും വരുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും, അതിനെ നിയന്ത്രിക്കും. അടുത്ത പോയിൻറ്റ്, വിത്ത് ദ കൺട്രോളർ സെറ്റ് ദ ഇൻവെർട്ടർ ദെൻ സെൻസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ദ മോട്ടോർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, മോട്ടറിലേക്ക് ആ ഒരു എത്രത്തോളം ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആക്സിലേറ്റർ റിലീസ് ചെയ്യുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും, അത് ആ കൺട്രോളറായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യുക, മോട്ടറിലേക്ക് അത് കൺട്രോളറായിരിക്കും എന്ത് ചെയ്യുക, സർട്ടൻ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി മോട്ടറിലേക്ക് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് അക്കോർഡിംഗ് ടു ദ ഡെപ്ത് ഓഫ് പ്രഷർ ഓൺ പെഡലിൽ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് പ്രസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ആർക്കും കറണ്ട് പാസ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചായിരിക്കും നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ സ്പീഡ് കിട്ടുന്നതായിരിക്കും. അടുത്ത പോയിൻറ്റ്, ഇലക്ട്രിക് മോട്ടോർ കൺവേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, അല്ലെങ്കിൽ നമുക്കറിയാം റൊട്ടേഷണൽ എനർജിയാണ് അല്ലേ. അപ്പോൾ ഈ പോയിൻറ്റ് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണിച്ചുള്ള പോയിൻറ്റ്, മൂന്നാമത്തെ പോയിൻറ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പം ഈ ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഈ ടൈം അതേപോലെ ചോദിച്ചിട്ടുണ്ടായത്. ഇലക്ട്രിക് മോട്ടോർ എന്തിനെ കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക് എനർജിയെ ഏത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, റൊട്ടേഷണൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലേ ഔട്ട് ഓഫ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലേ ഔട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ഒന്നെങ്കിൽ 7 മാർക്കിന് ചോദിക്കാം എന്നുള്ള പോർഷൻസ് ടോപ്പിക്ക്.
അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇതേപോലെ ഇപ്പോൾ എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും വീണ്ടും 1 മാർക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം ആ ടോപ്പിക്കിനകത്ത് ചിലപ്പോൾ നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്തായിരിക്കും ചിലപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടാകുന്ന ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുന്നത് എല്ലാ പോയിൻറ്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് നമ്മൾ മാക്സിമം സ്കോർ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റ് അതേപോലെ നമുക്ക് ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി അല്ലേ. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. എന്താ ഈ ക്വസ്റ്റ്യനിലെ ഇവിടെ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ദ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഇൻറ്റു ഡാഷ് എനർജി. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് അത് ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോർ കൺവേർട്ട് ചെയ്യുന്നത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ക്ലാസ് കണ്ട് തീരുമ്പോഴേക്കും കൃത്യമായിട്ടും മനസ്സിലാക്കുമ്പോഴേക്കും എന്തായിരിക്കും നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, ഇനി ബാക്കി നോക്കാം. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, റൊട്ടേഷൻ ഓഫ് ദ മോട്ടോർ റോട്ടർ റൊട്ടേറ്റ്സ് ദ ട്രാൻസ്മിഷൻ സോ ദ വീൽസ് ടേൺ ആൻഡ് ദെൻ ദ കാർ മൂവ്സ്. നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷൻ മോഷൻ ചെയ്യും അത് വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ ആ ഭാഗം ഉപയോഗിച്ച് സിസ്റ്റം ഉപയോഗിച്ച് എന്ത് ചെയ്യും വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്ത് ചെയ്യും നമുക്കത് ഉപയോഗിച്ച് കാറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ജസ്റ്റ് ലേ ഔട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വീണ്ടും പോയിൻറ്റ്സ് പറയേണ്ട കാര്യമുണ്ടോയെന്ന് തോന്നില്ല. കാരണം ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഡയഗ്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിച്ച് നമുക്ക് മിനിമം 1 മാർക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ സ്കോർ ചെയ്തു. അതിൽ അത്രയും കാര്യം പറഞ്ഞിട്ട് നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് നീറ്റ് ലേ ഔട്ട് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു നീറ്റ് ലേ ഔട്ട് വരയ്ക്കണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലേ ഔട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു ഡയഗ്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിപ്പോൾ മനസ്സിലായി നമുക്ക് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. എല്ലാ ടോപ്പിക് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് എങ്ങനെയാണ് ചിലപ്പോൾ ഒരു ടോപ്പിക്കിൽ തന്നെ ആയിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് മാറും. അതിൻ്റെ അർത്ഥം ആ ടോപ്പിക്ക് പഠിച്ചാൽ മാക്സിമം സ്കോറും ചെയ്യാൻ പറ്റും. അഥവാ ആ ടോപ്പിക്ക് പഠിക്കാണ്ട് സ്കിപ്പാക്കിയാൽ എന്തായിരിക്കും അത്രയും സ്കോർ നഷ്ടപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മാക്സിമം എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങി തന്നെ പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്ക് വരുന്നത് അതായത് ഇനി നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ചോദിച്ചുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 9th ക്വസ്റ്റ്യൻ നോക്കുക. വിത്ത് നീറ്റ് ലേ ഔട്ട് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ. അതിൽ ഇപ്പോൾ നമുക്ക് ലേ ഔട്ട് വരയ്ക്കാൻ പറ്റും. കുഴപ്പമില്ലാണ്ട് ഈ ലേ ഔട്ട് വരച്ചാൽ മതിയാവും. പിന്നെ പോയിൻറ്റ്സ് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കോമ്പണൻസ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടറും ബാറ്ററി അല്ലാണ്ട് തന്നെ പിന്നെയും കുറേ ഇലക്ട്രോണിക് ഡിവൈസുകൾ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട 1-2 ഇലക്ട്രോണിക് ഡിവൈസും കൂടി നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ എന്ത് എഴുതി കൊടുത്താൽ നമുക്ക് മാക്സിമം സ്കോർ എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കാം. നമ്മുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ വരുന്ന പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ്. അതിൽ വരുന്നതാണ് ട്രാക്ഷൻ ബാറ്ററി പാക്ക്, ഉദ്ദേശിക്കുന്നത് ബാറ്ററിയാണ്. പിന്നെ ഡി സി കൺവേർട്ടർ, പിന്നെ ഇലക്ട്രിക് മോട്ടോർ, പിന്നെ പവർ ഇൻവേർട്ടേഴ്സ്, പിന്നെ ചാർജിങ് പോർട്ട്, പിന്നെ ഓൺ ബോർഡ് ചാർജർ, പിന്നെ കൺട്രോളേഴ്സ്, പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൻ്റെ ഔട്ട്പുട്ടിൽ പറഞ്ഞ ഓക്സിലറി ബാറ്ററിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെർമൽ സിസ്റ്റം ഉണ്ടായിരിക്കും. നമുക്ക് ബാറ്ററിയൊക്കെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടുള്ള തെർമൽ സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയും ഒരുപാട് ചെറിയ കമ്പണൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുന്ന സമയത്ത് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബാറ്ററി പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാക്ഷൻ ബാറ്ററിയെ കുറിച്ചാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ട്രാക്ഷൻ ബാറ്ററി പാക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ട്രാക്ഷൻ ബാറ്ററി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈമറി ബാറ്ററിയാണ്. ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചതാണ് നമുക്ക് ആ ഒരു ഡ്രൈവ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വീൽ ഡ്രൈവ് കൊടുക്കുന്ന വീൽ ഡ്രൈവിലേക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് മോട്ടോറാണ് ഇലക്ട്രിക് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് പവേഴ്സ് ദി ഇലക്ട്രിക് മോട്ടോഴ്സ് ഓഫ് ആൻ ഇലക്ട്രിക് വെഹിക്കിൾ. ദ ബാറ്ററി ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ സ്റ്റോറേജ് സിസ്റ്റം. അത് പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്കറിയുന്നതാണ് ഇലക്ട്രിക്കൽ സ്റ്റോറേജ് സിസ്റ്റമാണ് നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് DC കറണ്ട്. അപ്പോൾ നമുക്കറിയാം ബാറ്ററിക്കകത്ത് എന്തായിരിക്കും DC കറണ്ടായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്. DC ഉണ്ട്, അതുപോലെ AC ഉണ്ട് അല്ലേ. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടും DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടുമാണ്. അപ്പോൾ നമുക്കറിയുന്ന എന്തായിരിക്കും, നമ്മൾ കോമണായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റീൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അത് AC കറണ്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് ലൈൻസ് വഴി, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് വഴി നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, AC കറണ്ടാണ് അല്ലേ. എന്നാൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന കറണ്ട് ഏതാണ്? ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന കറണ്ട് DC കറണ്ടാണ് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ഇനി ബാക്കിയുള്ള കോമ്പണൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൺവേർഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. DC കറണ്ട് ആയിരിക്കും ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദ റേഞ്ച് വിൽ ബി ഹയർ വിത്ത് ഇൻക്രീസിങ് കിലോവാട്ട് ഓഫ് ദ ബാറ്ററി. നമുക്കറിയാം ബാറ്ററിയുടെ ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കൂടുന്നതോറും എന്തായിരിക്കും നമ്മുടെ റേഞ്ച് അല്ല, ദ റേഞ്ച് വിൽ ബി ഹയർ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഒരു IC എഞ്ചിൻ്റെ കേസിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇത്ര മൈലേജ് അല്ലെ, വണ്ടിക്ക് ഇത്ര മൈലേജ്. ഇപ്പോൾ നമ്മുടെ കാറിനൊരു 18-19 കിലോമീറ്ററാണ് മൈലേജ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ EVയിൽ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ മൈലേജിന് നമ്മൾ റേഞ്ച് എന്നാണ് പറയാറ് അല്ലേ. മൈലേജിന് പകരം ഉപയോഗിക്കുന്ന ടേം റേഞ്ചാണ്. റേഞ്ച് ഉദ്ദേശിക്കുന്നതാണ് ശരിക്കും ഈ മൈലേജിനാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്ര കിലോമീറ്റർ, ഒരു 100 കിലോമീറ്ററാണ് അല്ലെങ്കിൽ 160 കിലോമീറ്ററാണ് നമ്മുടെ ആ ഒരു EVയുടെ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ മാക്സിമം ഓടാൻ പറ്റിയിട്ടുള്ള ആ ഒരു സഞ്ചരിക്കാൻ സാധ്യതയുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ദൂരമാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് EVയെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റേഞ്ചും മൈലേജും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ദ റേഞ്ച് വിൽ ബി ഹയർ വിത്ത് ഇൻക്രീസിങ് കിലോവാട്ട് ഓഫ് ദ ബാറ്ററി. ബാറ്ററിൻ്റെ കിലോവാട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടുന്തോറും എന്തായിരിക്കും അതിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പോയിൻറ്റ്, ദ ലൈഫ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ബാറ്ററി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ദ ലൈഫ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ബാറ്ററി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. അപ്പോൾ ആ ബാറ്ററി ഡിസൈനൊക്കെ എന്താണ്, അതിൻ്റെ ഓപ്പറേഷനെയും ലൈഫിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദ ലൈഫ് ടൈം ഓഫ് എ ട്രാക്ഷൻ ബാറ്ററി പാക്ക് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 2 lakh miles. ഓക്കെ, അപ്പോൾ ട്രാക്ഷൻ ബാറ്ററി പാക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം മൈൽസാണ് ഏകദേശം കണക്കാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആ പോയിൻറ്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയോ. നമുക്ക് ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ കോമണായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ബാറ്ററിയെ കുറിച്ചാണ്. ബാറ്ററി എന്തിനാണെന്ന് നമുക്കറിയാം, അത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ്. പിന്നെ ബാക്കിയുള്ള അതുപോലെ സ്റ്റോർ ചെയ്യുന്നത് DC ഡയറക്റ്റ് കറണ്ടായിട്ടായിരിക്കും എന്തെങ്കിലും സ്റ്റോർ ചെയ്യുന്നതായിരിക്കുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കിയുള്ള പോയിൻറ്റ്സൊക്കെ കോമണായിട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് DC കൺവേർട്ടർ. അപ്പോൾ നമുക്ക് ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഒരു മാർക്കിനെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് DC കൺവേർട്ടർ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം DC കൺവേർട്ടർ. എ ട്രാക്ഷൻ ബാറ്ററി പാക്ക് ഡെലിവേഴ്സ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബാറ്ററി എന്തായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലായിരിക്കും എന്ത് ചെയ്യാം കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഹോൺ ഉണ്ടായിരിക്കും, ഹെഡ്ലൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരിക്കും. പല സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ പലതിലേക്ക് എന്തായിരിക്കും പലതരത്തിലുള്ള റേഞ്ചിലുള്ള അല്ലെങ്കിൽ പല വോൾട്ടേജിലുള്ള കറണ്ടായിരിക്കും നമുക്ക് അവിടെ ആവശ്യം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ബട്ട് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഹാസ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ടായിരിക്കും. ദ DC കൺവേർട്ടർ ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഔട്ട്പുട്ട് പവർ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ബാറ്ററി ടു എ റിക്വയർഡ് ലെവൽ. അതായത് നമ്മുടെ ഓരോ ആക്സസറീസിലേക്കും അല്ലെങ്കിൽ ഓരോ കോമ്പണൻസിലേക്കും എന്തായിരിക്കും വ്യത്യസ്ത തരത്തിലുള്ള വോൾട്ടേജിലുള്ള കറണ്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അതിന് കൃത്യ അളവിൽ എത്തിക്കാനുള്ള ഒരു ഡിവൈസാണ് DC കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ദ വോൾട്ടേജ് റിക്വയർഡ് ടു ചാർജ് ദ ഓക്സിലറി ബാറ്ററി. അതുപോലെ തന്നെ എന്തായിരിക്കും നമ്മുടെ ഓക്സിലറി ബാറ്ററിയെ ചാർജ് ചെയ്യിക്കുന്നവരാണ് ഈ ഒരു ചാർജ് ചെയ്യിക്കാനുള്ള വോൾട്ടേജ് കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു DC കൺവേർട്ടറാണ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിൻറ്റ്സ് മനസ്സിലാക്കുക. കോമണായിട്ട് മനസ്സിലാക്കുന്നത് DC കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിനകത്തുള്ള
ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടായിരിക്കും. അതിലേക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജിലൊക്കെ കറണ്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് ഡി സി കൺവേർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിലറി ബാറ്ററിയിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന ഈ ഒരു ഡി സി കൺവേർട്ടറാണ്. ഓക്കെ, അത്രയും പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ ഡി സി കൺവേർട്ടർ എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ ടേം തന്നെയാണ് ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ, ഇലക്ട്രിക് മോട്ടോർ നമുക്കറിയാം, ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോർ ഇസ് ദ മെയിൻ കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ പറഞ്ഞതാണ്. ദ മോട്ടോർ കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്ന നമ്മുടെ ഇലക്ട്രിക് മോട്ടറാണ്. ദിസ് എനർജി പ്രൊട്ടക്ട്സ് ദി വീൽസ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്ന കാരണം നമ്മൾ ഓൾറെഡി മോട്ടറിനെ കുറിച്ച് പറഞ്ഞതാണ്, നമുക്കറിയാം എന്താണ് മോട്ടറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാലും. ഇലക്ട്രിക് മോട്ടോർ ഈസ് ദ മെയിൻ കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ദാറ്റ് ഡിഫറൻഷ്യേറ്റ്സ് ആൻഡ് ഇലക്ട്രിക് കാർ ഫ്രം കൺവെൻഷണൽ കാർ. നമുക്കറിയാം, ഒരു കൺവെൻഷണൽ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഐ സി എൻജിൻ കാറിന് അപേക്ഷിച്ച് നമ്മൾ ഇലക്ട്രിക് കാറിൽ എന്താണ്, അവിടെ ഇലക്ട്രിക് മോട്ടറാണ് പ്രധാനമായിട്ടും ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. പ്രധാന ഡിഫറൻസ് പറഞ്ഞാൽ ഐ സി എൻജിന് പകരം ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഈസ് ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെക്കാനിസം. അത് നമ്മൾ എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു റീജനറേറ്റീവ് ബ്രേക്കിനുള്ള ഒരു മെക്കാനിസം നമുക്ക് ഇലക്ട്രിക് മോട്ടറിലുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ദിസ് മെക്കാനിസം സ്ലോസ് ഡൗൺ ദ വെഹിക്കിൾ ബൈ കൺവേർട്ടിംഗ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻ ടു അതർ ഫോം ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ എന്താ ചെയ്യാം, ആ ഒരു വണ്ടിയുടെ വണ്ടി റൺ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയെ എന്താക്കി മാറ്റുന്നു, മറ്റൊരു എനർജി ആക്കി മാറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ റേഞ്ച് കൂട്ടുന്ന രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. There are basically two types of motors, DC motors and AC motors. പ്രധാനമായിട്ടും DC മോട്ടോഴ്സും AC മോട്ടോഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്തതെന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് വായിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത സമയം കളയുന്നില്ല. ഓക്കെ, ഇത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ പറഞ്ഞ പോലെ എക്സാം പോയിന്റിൽ നമുക്ക് ആണെങ്കിൽ ഒരു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് പവർ ഇൻവേർട്ടർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് കൺവേർട്സ് DC പവർ ഫ്രം ദ ബാറ്ററീസ് ടു AC പവർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു ബാറ്ററിയിൽ ഇലക്ട്രിക് കറണ്ട് സ്റ്റോർ ചെയ്യുന്നതാണ്, അതൊരു DC ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇവിടെ നോക്കുക, ഇത് നമ്മുടെ ബാറ്ററി വിചാരിക്കും കേട്ടോ. ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഓക്കെ, പിന്നെയാണ് നമ്മൾ ബാറ്ററീനെ നമ്മൾ ചാർജ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു, നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് വണ്ടി ചാർജ് ചെയ്യുന്നത് വിചാരിക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എന്താണ് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന കറണ്ട്, അല്ലെങ്കിൽ KCB നിന്ന് കിട്ടുന്ന കറണ്ട് എന്താണ്, KCB നിന്ന് കിട്ടുന്ന കറണ്ട് ഏത് കറണ്ടാണ്, അത് AC കറണ്ടാണ് അല്ലേ. AC കറണ്ടാണ് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റാണ്, അത് നമുക്ക് AC കറണ്ടാണ് വീട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാറ്ററിക്കകത്ത് DC ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ AC കറണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ വരുന്ന AC കറണ്ടിനെ എന്താക്കി മാറ്റണം, DC ആക്കി മാറ്റണം. ഓക്കെ, അതേപോലെ ഇനി എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളിൽ ഡ്രൈവ് കൊടുക്കുന്ന ഭാഗം നമ്മുടെ മോട്ടറാണ്. ഇത് നമ്മുടെ മോട്ടറായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ മോട്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ മോട്ടർ. ഓക്കെ, ഇത് ബാറ്ററി, ഇത് മോട്ടർ. നമുക്കറിയാം, മോട്ടറിന് എന്താണ്, മോട്ടറിലേക്ക് കൊടുക്കുന്നത് AC കറണ്ടാണ്. മോട്ടറിന് AC കറണ്ടാണ് വേണ്ടത്. മോട്ടറിന് AC കറണ്ടാണ് വേണ്ടത്. സോ എന്ത് ചെയ്യണം, നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന DC കറണ്ട് എന്ത് ചെയ്യണം, തിരിച്ച് നമുക്ക് വീണ്ടും AC ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പവർ ഇൻവേർട്ടേഴ്സും അതുപോലെ തന്നെ റെക്ടിഫയേഴ്സും വരുന്നത്. നമുക്ക് രണ്ട് ടേം ഇവിടുന്ന് വെച്ച് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് പവർ ഇൻവേർട്ടർ എന്നും അതുപോലെ എന്താണ് റെക്ടിഫയർ എന്നും. ഓക്കെ, ഇപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് KCB അല്ലെങ്കിൽ നമുക്ക് ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ടാണ്. അപ്പോൾ നമുക്ക് പ്ലഗിൽ അല്ലെങ്കിൽ വീട്ടിലെ പ്ലഗിൽ AC കറണ്ടായിരിക്കും. AC നമുക്ക് ആദ്യം DC ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ACയെ ഇവിടെ വെച്ച് DC ആക്കി മാറ്റുന്നതിന് ഇടയ്ക്ക് ഒരാളുണ്ടായിരിക്കും, അയാളുടെ പേരാണ് റെക്ടിഫയർ. ഓർത്ത് വെക്കുക, നമുക്ക് ആവശ്യമുള്ളതാണ്. എക്സാം പോയിൻ്റൊക്കെ ചിലപ്പോൾ 3 മാർക്കിനോ 1 മാർക്കിനൊക്കെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ വരാം, മനസ്സിലാക്കുക. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഈ ACയെ DC ആക്കുന്ന ആളാണ് റെക്ടിഫയർ. ഇതിൻ്റെ അർത്ഥം
നമ്മൾ ചാർജറിൻ്റെ മേലെ ആയിരിക്കും, അല്ലെങ്കിൽ ചാർജറിനകത്തായിരിക്കും, അല്ലെങ്കിൽ വണ്ടിക്ക് അകത്തായിരിക്കും ഈ റെക്ടിഫയർ ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണം, ബാറ്ററിയിൽ നമ്മൾ ഡി സി കറണ്ടായിട്ട് സ്റ്റോർ ചെയ്തു. എന്ത് ചെയ്യണം, ആ ഡി സി കറണ്ട് എങ്ങോട്ട് മാറ്റണം, തിരിച്ച് മോട്ടറിലേക്ക് കൊടുക്കണം, എ സി കറണ്ടായിട്ട് മാറ്റേണ്ടതുണ്ട്. സോ ഇതിനിടയ്ക്ക് ആര് വരണം, ഡി സിയെ എ സി ആക്കുന്ന ആൾ വരണം. അയാളുടെ പേരാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അയാളാണ് ഇൻവെർട്ടർ. അതായത് ഡി സിയെ എ സി ആക്കുന്ന ആൾ ഇൻവെർട്ടറും എ സിയെ ഡി സി ആക്കുന്ന ആൾ റെക്ടിഫയറും. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഇൻവെർട്ടർ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഇൻവെർട്ടർ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ അതേ സംഭവം തന്നെ ഇവിടെയും ആലോചിച്ച് നോക്കാം. അതായത് ബാറ്ററി ഉണ്ട് അല്ലേ, നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബാറ്ററി ഉണ്ടായിരിക്കും. നിങ്ങളെന്ത് ചെയ്യും, ആ ബാറ്ററിയിലേക്ക് കറണ്ട് കൊടുക്കും, എ സി കറണ്ട് കൊടുക്കും. അത് ഡി സി ആയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് റെക്ടിഫയർ ഉണ്ട്. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ആ സെറ്റപ്പിനകത്ത് റെക്ടിഫയർ ഉണ്ടായിരിക്കും. ആ റെക്ടിഫയർ എന്ത് ചെയ്യും, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററി സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഡി സിയെ നമുക്ക് ലൈൻസിലേക്ക്, നമ്മുടെ വീട്ടിൻ്റെ സപ്ലൈയിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്തായിരിക്കും, ഇടയ്ക്ക് ഇൻവെർട്ടർ എന്ത് ചെയ്യും, ആ ഡി സിയെ ഇൻവെർട്ടർ എന്ത് ചെയ്യും, എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, രണ്ടിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കുക. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. പവർ ഇൻവെർട്ടേഴ്സും ഉണ്ട്, അതുപോലെ റെക്ടിഫയേഴ്സ് ഉണ്ട്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കുന്ന ആളും, ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഡി സിയെ എ സി ആക്കുന്ന ആളാണ്. ഇനി പോയിൻറ്റ്സ് നോക്കുക. പവർ ഇൻവെർട്ടറിൽ ഇറ്റ് കൺവേർട്സ് ഡി സി പവർ ഫ്രം ദ ബാറ്ററീസ് ടു എ സി പവർ. ഓക്കെ, ഡി സിയെ എ സി ആക്കുന്നതാണ് ഇൻവെർട്ടർ. ഇറ്റ് ഓൾസോ കൺവേർട്സ് ദ എ സി കറണ്ട് ഡ്യൂറിങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഡി സി കറണ്ട്. അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് ആ സിറ്റുവേഷൻ എന്തായിരിക്കും, എ സി എന്താക്കി മാറ്റും, അത് ഡി സി ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് പവർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് റെക്ടിഫയറും ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കുക. ദിസ് ഈസ് ഫോർ ദ യൂസ്ഡ് ടു റീചാർജ് ദ ബാറ്ററീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞ പവർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ, ഇനി വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓൺ ബോർഡ് ചാർജർ. ഓക്കെ, ഓൺ ബോർഡ് ചാർജർ പോലെ തന്നെ മറ്റൊരു ചാർജറാണ് ഓഫ് ബോർഡ് ചാർജർ. രണ്ട് ടേം എപ്പോഴേ മനസ്സിലാക്കി വെക്കാം. ഓൺ ബോർഡ് ചാർജറും ഉണ്ട്, ഓഫ് ബോർഡ് ചാർജറും ഉണ്ട്. ഓക്കെ, ഓൺ ബോർഡ് ചാർജറും ഉണ്ട്, ഓഫ് ബോർഡ് ചാർജറും ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കുക. ജസ്റ്റ് നമ്മളിവിടെ ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഓൺ ബോർഡ് ചാർജറിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെഹിക്കിളുണ്ട്, ബജാജിൻ്റെ ചേതക്കാണ്. ഓക്കെ, ബജാജിൻ്റെ ചേതക്കാണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്, സ്കൂട്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും. അതിന് നിങ്ങൾ കേൾക്കുന്നൊരു ടൈമാണ് ഫാസ്റ്റ് ചാർജിങ്. പക്ഷേ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ടൈമായിരിക്കും ഫാസ്റ്റ് ചാർജിങ്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, സ്ലോ ചാർജിങ്. ഓക്കെ, സ്ലോ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്, അതുപോലെ സ്ലോ ചാർജിങ്ങും ഉണ്ട്. അതായത് അതിൻ്റെ പേര് പോലെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ. സ്ലോ ചാർജിങ് എന്തായിരിക്കും, സ്ലോ ആയിട്ടായിരിക്കും ചാർജ് നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ ഇതൊക്കെ ഈ ഒരു ടൈം ചിലപ്പോൾ ഒരു പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു പക്ഷേ നമ്മളൊക്കെ മൊബൈൽ ഫോണിലും ഈ ഒരു കേസ് വരുന്നുണ്ട് അല്ലേ, ഫാസ്റ്റ് ചാർജിങ്ങുള്ള കേസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോ ചാർജിങ്ങുള്ള കേസ് വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ സാധാരണ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സ്പെക്ക് നോക്കുമ്പോൾ സാധാരണ കാണാറുണ്ട് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ കൂടാണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ പവറിൻ്റെ റേറ്റ് കൂടുന്തോറും എന്തായിരിക്കും, നമുക്ക് വളരെ സ്പീഡിൽ, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൊബൈൽ ഇപ്പോൾ 0 to 100 നമുക്ക് 100% നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ 25 വാട്ടിൻ്റെ സ്ലോ ചാർജിങ് അല്ലെങ്കിൽ ചാർജറാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ 25 വാട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാട്ട്സ്, കുറഞ്ഞ പവറാണ്. സോ എന്തായിരിക്കും അവിടെ കുറഞ്ഞ സ്പീഡിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും നമുക്ക് ആ ഒരു 0 to 100 നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുള്ളൂ എന്താണ് ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ചാർജിങ്ങും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജസ്റ്റ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ പറഞ്ഞു ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്താണ്, ഇതൊരു ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത വെഹിക്കിളാണ്, ബജാജിൻ്റെ ചേതക് എന്ന് പറയുന്നത്. ഇനി പുതിയ മോഡലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, പക്ഷേ 2022 ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയിലൊന്നും ഇതില്ല, ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടില്ല. അപ്പോൾ അതിൽ വരുന്ന സ്ലോ ചാർജിങ്ങാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഓൺ ബോർഡ് ചാർജറിനെ കുറിച്ചും അതുപോലെ ഓഫ് ബോർഡ് ചാർജറിനെ കുറിച്ചും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്ന
ഫസ്റ്റ് വരുന്ന ഓൺ ബോർഡ് ചാർജറാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഓൺ ബോർഡ് ചാർജ് അല്ലെങ്കിൽ എന്താണ് ഓൺ ബോർഡ് ചാർജർ. ഇനി നമ്മൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തിന് എന്ത് ചെയ്യും, നമ്മൾ വയർ നേരത്തെ പറഞ്ഞ പോലെ പ്ലഗ് ഇൻ ചെയ്യും. വയർ പ്ലഗ് ഇൻ ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ വീട്ടിലാണ് നമ്മൾ കുത്തി വെച്ചെങ്കിൽ ചാർജ് ചെയ്യാൻ വെച്ചെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഇവിടുന്ന് AC പവറാണ് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ വണ്ടിക്കകത്ത് ഇതിനകത്ത് ഇവിടെ ബാറ്ററി ഉണ്ടായിരിക്കും. ആ ബാറ്ററിയിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതാണ്, നമുക്ക് എന്ത് വേണം, ഈ AC-യെ എന്താക്കി മാറ്റണം, നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് AC-യെ DC ആക്കി മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ DC കറണ്ടായിട്ടാണ് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ AC-യെ DC ആക്കി മാറ്റാനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചാണ്. AC-യെ DC ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഏത് ഡിവൈസാണ് ആവശ്യമുള്ളത്, അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, AC-യെ DC ആക്കി മാറ്റുന്ന റെക്ടിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലോ ചാർജിങ്ങിൻ്റെ കേസിൽ ഈ റെക്ടിഫയറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നതായിരിക്കും, ഈ റെക്ടിഫയറിൻ്റെ സ്ഥാനം വണ്ടിക്ക് അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സ്ലോ ചാർജിങ് ഉള്ള വണ്ടിയുടെ കേസിൽ റെക്ടിഫയറിൻ്റെ സ്ഥാനം വണ്ടിക്ക് അകത്തായിരിക്കും. ജസ്റ്റ് ഞാൻ യെല്ലോ കളർ കാണിച്ചത് എന്ത് ചെയ്യുക, അത് റെക്ടിഫയർ ആണെന്ന് മനസ്സിലാക്കുക, റെക്ടിഫയർ ആണെന്ന് സങ്കല്പിക്കുക. ആ റെക്ടിഫയറിൻ്റെ സ്ഥാനം വണ്ടിക്ക് അകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ AC കറണ്ട് ഈ വയർ വഴി ഇങ്ങനെ വരുന്നു, ഗ്രീനായി കാണിക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇതിലേക്ക് ആദ്യം അവിടെ എത്തും, ആദ്യം റെക്ടിഫയർ എത്തും. റെക്ടിഫയർ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ AC ഉണ്ട് വരുന്നത്, ഇതിലൊക്കെ AC ആണ് വരുന്നത്. AC എന്ത് ചെയ്യും, റെക്ടിഫയർ പിന്നെ എന്താക്കി മാറ്റും, DC ആയിട്ടാണ് എന്ത് ചെയ്യുക, റെക്ടിഫയർ കൺവേർട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ റെക്ടിഫയറിൻ്റെ സ്ഥാനം എവിടെയാണോ അതനുസരിച്ചാണ് ഓൺ ബോർഡ് ചാർജറും ഓഫ് ബോർഡ് ചാർജറും വരുന്നത്. ഞാൻ ഈ ചേതക സ്കൂട്ടറിൻ്റെ കേസിൽ പറഞ്ഞു, റെക്ടിഫയർ എവിടെ വരുന്നു, റെക്ടിഫയർ വണ്ടിക്കകത്ത് വരുന്നു. അതിൻ്റെ അർത്ഥം ഈ ചാർജർ എന്ന് പറയുന്നത് എന്താണ്, ചാർജർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചാർജറിൻ്റെ ഈ കേബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ആ ഒരു AC കറണ്ടിനെ വണ്ടിക്കകത്ത് എത്തിക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ചാർജറിൻ്റെ ആ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ. പിന്നെ വണ്ടിക്കകത്ത് എത്തിയിട്ടുള്ള AC-യെ എന്ത് ചെയ്യുന്നു, ആദ്യം റെക്ടിഫയറിലേക്കാണ് പാസ് അയക്കുക. ആ റെക്ടിഫയർ എന്ത് ചെയ്യുന്നു, DC ആയിട്ട് നമ്മുടെ ബാറ്ററിക്കകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ടൈപ്പ് സിസ്റ്റമാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയുന്നത്, ഓൺ ബോർഡ് ചാർജർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓൺ ബോർഡ് ചാർജർ. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ആ റെക്ടിഫയറിൻ്റെ സ്ഥാനം വണ്ടിക്കകത്താണെങ്കിൽ നമുക്കതിനെ ഓൺ ബോർഡ് ചാർജർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഓൺ ബോർഡ് ചാർജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് സാധാരണ കോമൺ ആയിട്ട് സ്ലോ ചാർജിങ് ഉള്ള വണ്ടിയിലായിരിക്കും ഓൺ ബോർഡ് ചാർജർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു 25 വാട്ട്സിൻ്റെ ചാർജർ അല്ലെങ്കിൽ 80 വാട്ട്സിൻ്റെ ചാർജർ, അങ്ങനെ പല വാട്ട്സിൻ്റെ ചാർജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 80 വാട്ട്സൊക്കെ എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഹൈ പവറിലുള്ള കറണ്ട് DC കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോണിലേക്ക് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ചാർജ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ 0 to 0% ഒന്നും 100% നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേതക സ്കൂട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഒരു പക്ഷേ അറിയണ്ടായിരിക്കില്ല, അറിയാത്തൊരു മനസ്സിലാക്കി വെക്കുക. ഏകദേശം ഒരു 0 to 100% എത്തിക്കാനായിട്ട് ഒരു 3 to 3.5 hours, അല്ല 3 to എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു 3.5 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത്, സമയമെടുക്കുന്നത്. ഓക്കെ, അതായത് ഫുള്ളി എംപ്റ്റി ആയിട്ടുള്ള ബാറ്ററിയെ ഫുൾ ചാർജ് ആക്കാൻ എന്ത് വേണം, ഏകദേശം 3.5 മണിക്കൂറാണ് സമയമെടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് സ്ലോ ചാർജിങ് ആയത് കാരണം ജസ്റ്റ് എന്താണ് ഓൺ ബോർഡ് ചാർജർ എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്താണ് റെക്ടിഫയർ എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതുപോലെ എന്താണ് സ്ലോ ചാർജിങ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓഫ് ബോർഡ് ചാർജറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഓൺ ബോർഡ് ചാർജർ വരിക സ്ലോ ചാർജിങ്ങിൻ്റെ കേസിലാണ് വരിക, സ്ലോ ചാർജിങ്ങുള്ള വെഹിക്കിളാണ് ഓൺ ബോർഡ് ചാർജിങ് ഉണ്ടായിരിക്കുക. എന്നാൽ ഓഫ് ബോർഡ് ചാർജിങ് എന്തായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാസ്റ്റ് ചാർജിങ്ങാണ് വരിക. ഓക്കെ, നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വണ്ടി, അതുപോലെ ഈ ഒരു വണ്ടി, ഇതിലൊക്കെ എന്തുണ്ട്, ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, അതായത് കുറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആക്കി മാറ്റാൻ ഒരുപാട് പെട്ടെന്ന് കുറഞ്ഞ സമയത്ത് നമുക്ക് വേഗത്തിൽ ചാർജ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ കേസ് നോക്കാം. ഈ വണ്ടിക്കകത്ത് എന്തുണ്ട്,
ബാറ്ററി ഉണ്ട്. ഓക്കെ, ഈ വണ്ടിക്കകത്ത് ബാറ്ററി ഉണ്ട്. ഇത് ബാറ്ററി ഉണ്ട് വിചാരിക്കുക. നമ്മൾ വണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? ചാർജ് ചെയ്യാൻ പോകും. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഓൺ ബോർഡ് ചാർജിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ബോർഡ് ചാർജ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇത് ബാറ്ററി ഞാൻ സങ്കല്പിക്കുക. അത് കാണിച്ചിട്ടുള്ളത് ബാറ്ററിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വെഹിക്കിള് നമ്മുടെ എതറാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ള വെഹിക്കിളാണെന്ന് വിചാരിക്കുന്നത്. എൻ്റെ അറിവിൽ അത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് ഉള്ള വെഹിക്കിൾ തന്നെയാണ് എതർ. നമ്മളിതിനി എന്ത് ചെയ്യാണ്? നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ വിചാരിക്കുക. ഓക്കെ, ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ, അതായത് എന്താണ്, നമ്മുടെ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്, അവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ആ ഒരു റെക്ടിഫയറിൻ്റെ സ്ഥാനമുണ്ടല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഒരു ചേതക സ്കൂട്ടറിൻ്റെ കേസിൽ. റെക്ടിഫയറിൻ്റെ സ്ഥാനം എന്താണ്? നമ്മുടെ വണ്ടിക്ക് അകത്താണെങ്കിൽ നമ്മളതിനെ ഓൺ ബോർഡ് ചാർജർ എന്ന് പറഞ്ഞു. അത് സാധാരണ സ്ലോ ചാർജിങ് ആണ് ഓൺ ബോർഡ് ചാർജർ വരുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസിൽ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലായിരിക്കും എന്തുണ്ടായിരിക്കാം? നമ്മുടെ റെക്ടിഫയർ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെയായിരിക്കും റെക്ടിഫയർ ഉണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലേക്ക് ചിലപ്പോൾ കറണ്ട് കിട്ടുന്നത് നമ്മൾ KSEB നിന്നായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് വരുന്നുണ്ടായിരിക്കാം. നമുക്കറിയാം അത് AC കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, KSEB നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പവർ കിട്ടുന്ന എവിടെ നിന്നാണോ വെച്ചാൽ അവിടുന്ന് AC കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി എന്ത് ചെയ്യും? ആ AC കറണ്ട് എന്ത് ചെയ്യും? ആ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ്റെ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ സെറ്റപ്പ് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് തന്നെ എന്താക്കി മാറ്റും? AC കറണ്ട് നേരെ റെക്ടിഫയറിലേക്ക് കയറി ആ റെക്ടിഫയർ എന്ത് ചെയ്യും? അതിനെ ഹൈ പവറിലുള്ള DC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഹൈ പവറിലുള്ള DC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ എന്തുണ്ട്? സാധാരണ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഗണ്ണുകളുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ സാധാരണ പെട്രോളൊക്കെ അടിക്കുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിലുള്ള ചാർജിങ് ഗണ്ണുകളുണ്ടായിരിക്കും. അതായത് ഉദ്ദേശിക്കുന്ന ചാർജറാണ്. ആ ചാർജർ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്ലഗ് ഇൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഗണ്ണ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഗണ്ണാണ് വിചാരിക്കുക. ഈ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വണ്ടിയിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ഗണ്ണിൽ കിട്ടുന്ന കറണ്ട് എന്താണ്? ഹൈ പവറുള്ള DC കറണ്ടാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ ഓർത്ത് വെക്കുന്നത്, നേരത്തെ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ പോലെ മൊബൈൽ ചാർജറിൻ്റെ കേസിൽ അല്ലേ, ഫാസ്റ്റ് ചാർജിങ്ങിൽ മൊബൈൽ ചാർജർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ 80 വാട്ട് അല്ലെങ്കിൽ 90 വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ആ ഹൈ പവറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 80 വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ പവറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രയും പവറിൽ എന്ത് ചെയ്യാണ്? ഹൈ പവറിൽ നമ്മൾ മൊബൈലിൻ്റെ ബാറ്ററിയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ എന്താണ്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ചാർജ് ആവണം. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ എന്തുണ്ടായിരിക്കും? നമുക്ക് സാധാരണ പോലെ ഇവിടെ പറഞ്ഞ പോലെ AC കറണ്ടായിരിക്കും ഇൻപുട്ടായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ആ AC എന്ത് ചെയ്യും? ഈ ചാർജിങ് സ്റ്റേഷൻ എന്ത് ചെയ്യും? ആ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ, അതായത് റെക്ടിഫയർ ഉപയോഗിച്ച് DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഹൈ പവറിൽ DC കറണ്ട് ആയിരിക്കും നമ്മുടെ ഈ ചാർജിങ് ഗണ്ണിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഈ ചാർജിങ് ഗണ്ണിൽ എന്താണ്? ഹൈ പവർ DC കറണ്ടാണ് കിട്ടുന്നത്. ആ DC കറണ്ട് എന്ത് ചെയ്യണം? ഹൈ പവർ DC കറണ്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോഴായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാം. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ് ബോർഡ് ചാർജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഓഫ് ബോർഡ് ചാർജർ എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ ഡയഗ്രാംസും ഇതൊക്കെ വെച്ച് വരയ്ക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അത്രയും ഭാഗം ഒന്നുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. ഇതുപോലത്തെ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കറിയാം, ഒരു ലൈവ് ക്ലാസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും പല ആളുകൾക്കും സംശയം ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മടിയുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ സൗകര്യം നമുക്ക് കേൾക്കേണ്ട ഭാഗം വീണ്ടും എത്രയാണോ കേൾക്കേണ്ടത് വെച്ചാൽ അത്രയും ഭാഗം ബാക്കോട്ട് പോവുക, എന്ത് ചെയ്യുക? വീണ്ടും കേട്ട് നോക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രണ്ടും ചെറിയ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓഫ് ബോർഡ് ചാർജിങ്ങും അതുപോലെ തന്നെ ഓൺ ബോർഡ് ചാർജിങ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ചാർജിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്ന് കേട്ടാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കിനി അതിൻ്റെ ബാക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. DC കൺവേർട്ടർ പറഞ്ഞു, ഇലക്ട്രിക് മോട്ടോർ പറഞ്ഞു,
നമ്മൾ പവർ ഇൻവേർട്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓൺ ബോർഡ് ചാർജറിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലെ പോയിൻറ്റ്സ് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചും കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നതാണ്. ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ഓൺ ബോർഡ് ചാർജർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ AC സപ്ലൈ റിസീവ്ഡ് ഫ്രം ദ ചാർജ് പോർട്ട് ടു DC സപ്ലൈ. നമ്മൾ പറഞ്ഞ പോലെ വണ്ടിയുടെ ചാർജിങ് പോർട്ട് വരെ കിട്ടുന്ന AC കറണ്ട് ആയിരിക്കും ചാർജിങ് പോർട്ടിൽ നിന്ന് പിന്നെ ആയിരിക്കും അവിടെ റെക്ടിഫയർ ഉണ്ടായിരിക്കും. ആ റെക്ടിഫയർ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും കണക്ഷൻ വരിക. അപ്പോൾ അത് ആണ് ഓൺ ബോർഡ് ചാർജർ എന്ന് പറയുന്നത്. ദ ഓൺ ബോർഡ് ചാർജർ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഇൻസൈഡ് ദ കാർ. അല്ലെങ്കിൽ കാറെങ്കിൽ സ്കൂട്ടറാണെന്നായിരിക്കും ഓൺ ബോർഡ് ചാർജർ ഉണ്ടായിരിക്കുക, നമ്മുടെ വണ്ടിക്കകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് മോണിറ്റേഴ്സ് വാരിയസ് ബാറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കൺട്രോൾസ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻസൈഡ് ദ ബാറ്ററി പാക്ക്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബാറ്ററിയുടെ വാരിയസ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ കറണ്ടിനൊക്കെ ബാറ്ററിയിലുള്ള കറണ്ടിനെ കൺട്രോൾ നമ്മുടെ ഈ ഒരു ഓൺ ബോർഡ് ചാർജർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഓഫ് ബോർഡ് ചാർജർ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വരുന്ന നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന അടുത്തൊരു കാര്യമാണ് കൺട്രോളേഴ്സ്. അപ്പോൾ അതിൻ്റെ പേരുകൾ എന്തായാലും പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൺട്രോളർ ചെയ്യുന്നുണ്ടായിരിക്കാം. പവർ ഇലക്ട്രോണിക്സ് കൺട്രോളർ ഡിറ്റർമിൻസ് ദ വർക്കിംഗ് ഓഫ് ആൻ ഇലക്ട്രിക് കാർ. ഇറ്റ് പെർഫോംസ് ദ റെഗുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ദ ബാറ്ററീസ് ടു ദ ഇലക്ട്രിക് മോട്ടോർസ്. അപ്പോൾ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിക് മോട്ടോറിലേക്കുള്ള ഇലക്ട്രിക് എനർജിയെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് നമ്മുടെ കൺട്രോളർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അത് സെൻസർ വെച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഡിറ്റർമിൻ ചെയ്യും എത്രത്തോളം പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫോഴ്സാണ് കൊടുക്കുന്നത് വെച്ചെന്നായിരിക്കും. അതനുസരിച്ചായിരിക്കും കറണ്ടിന് ഇലക്ട്രിക് മോട്ടോറിലേക്ക് ബാറ്ററി നിന്നും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കൺട്രോളർ തന്നെ ആയിരിക്കും. ഓക്കെ, ബാക്കി നോക്കാം. അടുത്ത് വരുന്ന ഓക്സിലറി ബാറ്ററി. നമ്മൾ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ് ഓക്സിലറി ബാറ്ററി. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് എന്തായിരിക്കും പല തരത്തിലുള്ള ആക്സസറീസ് വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ്, അങ്ങനെ പല വൈപ്പേഴ്സ്, അതുപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അങ്ങനെ പല പല എക്സ്ട്രാ ആക്സസറീസ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ ആക്സസറീസ് അല്ല മറ്റുള്ള കമ്പോണൻസ് വരുന്നുണ്ട്. അതിലേക്ക് ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു ഓക്സിലറി ബാറ്ററിയിൽ നിന്നായിരിക്കും. ഓക്കെ, ഓക്സിലറി ബാറ്ററീസ് ആർ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫോർ ദ ആക്സസറീസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസിലെ ആക്സസറീസിലേക്കുള്ള ഇലക്ട്രിക്കൽ എനർജി കൊടുക്കാനാണ് നമ്മൾ ആ ഒരു ഓക്സിലറി ബാറ്ററി യൂസ് ചെയ്യുന്നതായിരിക്കാം. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എഞ്ചിൻ സ്റ്റാർട്ട് ഫ്രം എഫക്റ്റ് ചെയ്ത ഇലക്ട്രിക്കൽ സിസ്റ്റം. അതുപോലെ എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വോൾട്ടേജ് ഡ്രോപ്പിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് സിസ്റ്റത്തിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓക്സിലറി ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ജസ്റ്റ് നമ്മൾ കീ ഓൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓക്സിലറി ബാറ്ററിയിലെ എനർജിയാണ് ഫസ്റ്റ് നമ്മൾ കീ. നമ്മൾ സാധാരണ IC എഞ്ചിൻ കാറിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന പോലെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ കീ ഓൺ ആക്കുമ്പോൾ അതിൽ കാണുന്ന ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഓക്സിലറി ബാറ്ററിയിലെ എനർജി ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്ന തെർമൽ സിസ്റ്റമാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടറൊക്കെ എന്ത് ചെയ്യും, ഹീറ്റാവാനുള്ള ചൂടാവാനുള്ള ടെൻഡൻസി വർക്ക് അതിനൊക്കെ തണുപ്പിക്കാനുള്ള സിസ്റ്റമാണ് തെർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, തെർമൽ മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ സച്ച് ആസ് ഇലക്ട്രിക് മോട്ടോർ, കൺട്രോളർ എക്സെട്ര. ഇലക്ട്രിക് മോട്ടറിനൊക്കെ കൂളയിക്കാനുള്ള ആ സിസ്റ്റമാണ് തെർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ഡ്യൂറിങ് ചാർജിങ് ആസ് വെൽ ലാസ്റ്റ് ടു ഒബ്റ്റെയിൻ മാക്സിമം പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് അതുപോലെ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ആ ഒരു ബാറ്ററിയും അല്ലെങ്കിൽ മോട്ടറിനെയും കൂൾ ചെയ്യിക്കാനുള്ള ഭാഗമാണ് തെർമൽ സിസ്റ്റം പറയുന്നത്. ഇറ്റ് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് തെർമോ ഇലക്ട്രിക് കൂളിംഗ്, ഫോഴ്സ്ഡ് എയർ കൂളിംഗ് ആൻഡ് ലിക്വിഡ് കൂളിംഗ്. സാധാരണയായിട്ട് ലിക്വിഡ് കൂളിങ്ങോ എയർ കൂളിങ്ങോ അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് കൂളിങ്ങൊക്കെയാണ് നമ്മൾ തെർമൽ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ട്രാൻസ്മിഷൻ. ഓക്കെ, നമുക്കറിയാം ദ ഗിയർ ബോക്സ് ട്രാൻസ്ഫേഴ്സ് ദ മെക്കാനിക്കൽ പവർ ഫ്രം ദ ഇലക്ട്രിക് മോട്ടോർ ടു ദ വീൽസ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൽ നിന്ന് വരുന്ന മെക്കാനിക്കൽ പവർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രിക് കാർസ് ഈസ് ദാറ്റ് ദേ ഡു നോട്ട് റിക്വയർ മൾട്ടി സ്പീഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്കറിയാം ആ ഒരു ഗിയർ ബോക്സ് അകത്ത് എന്തായിരിക്കും, ഒരു മൾട്ടി സ്പീഡ് ട്രാൻസ്മിഷൻ അല്ല നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന ഗിയർ ബോക്സിനെ കൊണ്ട്.
ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ ഒരു ഇൻ്റർലിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ മോട്ടറിനെയും വീലിനെയും തമ്മിലുള്ള ഇൻ്റർലിങ്ക് ചെയ്യാനുള്ള ഡിവൈസാണ് ആ ട്രാൻസ്മിഷനായിട്ട് ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഷുഡ് ബി ഹൈ ടു അവോയ്ഡ് പവർ ലോസ്. ഓക്കെ, പവർ ലോസ് ഒക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസ്മിഷൻ എഫിഷ്യൻസി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഏകദേശം ബേസിക്സ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലത്തെ ചിലപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം 1 മണിക്കൂറോളമായി. അപ്പോൾ അതുപോലത്തെ ചിലപ്പോൾ 1-2 ക്ലാസ് കൊണ്ട് ഇനിയും വേണ്ടി വന്നാൽ നമുക്ക് ആ ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ക്ലാസ് കൊണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ള ടോപ്പിക്സാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.